You all know here it was raining like anything today morning actually, and these criminals are always applying laser onto my whole leg actually. Okay, from thighs everywhere, from thighs, all these portions, whole leg actually, to make the fat burn and burn the fat on my legs, whole leg actually. Okay, to make my my leg look so thin. ഇങ്ങനെ ഭയങ്കര രോഗമാണ് ഇവന്മാർക്ക്. എപ്പോഴും ഇങ്ങനെ നമ്മുടെ കാലയിലോട്ടെല്ലാം ഇങ്ങനെ ഭയങ്കര ലേസർ അടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇങ്ങനെ നീറുവാണ് നമ്മുടെ കാല്. ഇങ്ങനെയാണ് ഇങ്ങനെ ലേസർ അടിച്ച് ഇരിക്കും. നമ്മൾ പ്രത്യേകിച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു പുതപ്പെടുത്ത് നമ്മുടെ കാലയിലോട്ട് ഇട്ടെന്ന് വെച്ചോ, അപ്പോഴാണ്. അപ്പം നമുക്കറിയാം ഇതെല്ലാം. അപ്പോഴത്തേനും എന്തോ വലിയ ചൂടൊന്നുമല്ല ഇത്. ചൂടും പൊള്ളലും തമ്മിലുള്ള ബേൺ ചെയ്യുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ, അതുപോലെയാണ് ബേണാണ് ചെയ്യുന്നത് നമ്മുടെ കാല്. അപ്പോൾ ഈ ഫാറ്റ് ഇങ്ങനെ ഉരുക്കുവാണ്, നമ്മുടെ കാലിങ്ങനെ തിന്നാക്കി വയ്ക്കുക. അങ്ങനെ ഭയങ്കര രോഗങ്ങളാണെന്ന് വെച്ചാൽ നമ്മുടെ തൈസൊക്കെ നല്ല സൈസുള്ള തൈസാണ്. അപ്പോൾ ഇവർക്ക് ഈ ഫാറ്റൊക്കെ ഉരുക്കണം അതിൻ്റെ. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മുടെ മുഖത്തെ ഫാറ്റ് ഉരുക്കാൻ, എസ്പെഷ്യലി നമ്മുടെ കണ്ണിൻ്റെ സൈഡിലെ ഫാറ്റ് ഇങ്ങനെ ഉരുക്കും. അപ്പോൾ ഇതൊക്കെ ഉരുക്കുക. നമ്മുടെ ഫേസിൻ്റെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഫേസിൻ്റെയും ബോഡിയുടെയും ഡീഫിഗർ ചെയ്യുക, ബോഡിയൊക്കെ ഡീഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സർവ്വസമയം ആരോ ഇങ്ങനെ ഫോണും കൊണ്ടിരിപ്പാണ് ജോലി. ഫോണും കൊണ്ട് സർവ്വസമയം ഇരിപ്പാ ജോലി ഇങ്ങനെ. വേണ്ട 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 മീൻകാരൻ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര നമ്മുടെ മുഖത്തേത്, കാലയിലെ ഫാറ്റ്, തൈസ്, കാലയിലെ ഫുള്ള് കാലയിലെ ഫാറ്റ് ഉരുക്കുക. പിന്നെ നമ്മുടെ പുറത്തേത്, അങ്ങനെ പല എടുത്ത ഫാറ്റ് ഇങ്ങനെ ഉരുക്കുക. ഭയങ്കര രോഗമാണ്. ഇങ്ങനെ നമ്മളെ ഡീഫിഗർ ചെയ്യുക, നമ്മുടെ ബോഡിയുടെ ഷേപ്പ് മാറ്റുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതിനൊക്കെ ഭയങ്കര രോഗമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. പണ്ട് ഒരിക്കൽ പന്തളം രാജേഷിൻ്റെ ഒരു ഭാര്യയുണ്ട്, ശ്രീദേവി എന്ന് പറയുന്നവൾ. അപ്പോൾ ഇതൊക്കെ പിന്നീടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വെച്ചാണ് നമ്മൾ പിന്നെ മനസ്സിലായത്. ഇതൊക്കെ എന്താണ്, നമ്മളൊരിക്കൽ അവിടെ ചെന്നപ്പോൾ അവളിങ്ങനെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യും അവളെക്കുറിച്ച് തന്നെ. അവൾ വലിയ ബോഡി ഷേപ്പ് ഉള്ളവളാണ്, അവളുടെ സാറുമാരൊക്കെ അങ്ങനെ പറയും. അവൾക്ക് ഭയങ്കര എന്താണ്, അവൾ ഇങ്ങനെ തന്നെ പറഞ്ഞത്, നമ്മളിങ്ങനൊന്നും പറയാൻ നടന്നിട്ടില്ല. അവൾക്ക് ഭയങ്കര ബാക്കൊന്നൊന്നും അല്ല അവൾ പറയുന്നത്, ഭയങ്കര ഇപ്പോൾ തനി മലയാളത്തിലാണ് അവൾ പറയുന്നത്. ബാക്കാണ് കൊണ്ട് സാരിയൊക്കെ ഉടുത്താൽ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഭയങ്കര അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുക തന്നെ. അപ്പോഴേ നമുക്ക് രോഗം മനസ്സിലായി എന്താണെന്നുള്ളത്. ഇങ്ങനെ ഭയങ്കര രോഗമായിട്ട് നടക്കുകയാണ്. ഇപ്പം പിന്നീടാണ് ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായി വരുന്നത്. അതുപോലെ നമ്മളുടെ ബിജു പി എന്ന് പറയുന്നവനും ഈ മുൻ ഭർത്താവ് എന്ന് പറയുന്നവനും ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട ഉടനെ ഇത് തിളങ്ങുന്നു, നമ്മുടെ ഡ്രസ്സ് പാത്ത് വയ്ക്കുക, അങ്ങനെ ഭയങ്കര ഹരാസ്മെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നല്ല തുണി എടുക്കാൻ പറ്റത്തില്ല, തുണി എൻ്റെതും എൻ്റെ കുഞ്ഞിൻ്റെതും, എൻ്റെ കുഞ്ഞിനോടും അങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ഇതുപോലെ തന്നെ ഒരു സിൽക്കി നല്ലൊരു ടോപ്പ് ഞാൻ വാങ്ങിച്ചായിരുന്നു. എന്നിട്ട് നമ്മളിത്, അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണക്കാർ ഈ പന്തളത്തുള്ള വല്യത്ത് വീട്ടുകാരാണ്. അപ്പോൾ അവിടെയുള്ള ജലജ എന്ന് പറയുന്നവളുടെ ഇളയ മോൻ്റെ നിശ്ചയത്തിന് പോയി എൻ്റെ കുഞ്ഞ് ആ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പം ആ ഡ്രസ്സാണ് എൻ്റെ മാളു ഇട്ടിരുന്നത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. എൻ്റെ കൂടെയായിരുന്നു അന്നേരം ഈ ബിജു പി എന്ന് പറയുന്ന കള്ളൻ്റെ കൂടെ. ഇവനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഇതുപോലെ എനിക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതും കാണുന്നില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഡ്രസ്സും കാണുന്നില്ല. എവിടെ നോക്കിയിട്ടും കണ്ടില്ല എന്നുള്ളതാണ് എൻ്റെ കുഞ്ഞിൻ്റെ ആ നല്ല ഡ്രസ്സ്. അതുപോലെ എൻ്റെ കുഞ്ഞിനെ ഇതുപോലെ കറപ്പിക്കുക, ഇതുപോലെ തന്നെ എന്നോട് എന്തൊക്കെയാണോ ശല്യം എൻ്റെ കൊച്ചിനോടും ആ ശല്യങ്ങളെല്ലാം ഉണ്ട്. എന്തൊക്കെയോ ഇങ്ങനെ കൊടുക്കുക. നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവളെങ്ങനെയാണ് 28 ദിവസമായപ്പോൾ ഉള്ള ഫോട്ടോസ് മുതലെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എങ്ങനെയുള്ളതാണെന്നോ എത്രയും കളറാണെന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവും. 28 ദിവസമൊക്കെ കഴിഞ്ഞവരുടെ കളർ അത് തന്നെയായിരിക്കും, മനസ്സിലായല്ലോ. അപ്പോൾ അതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മുടെ കൊച്ചിനെ അങ്ങ് കറപ്പിക്കുക. അത് കഴിഞ്ഞ് സ്കൂളിൽ നഴ്സറി പഠിക്കുമ്പോഴുള്ളതുകൊണ്ട് ഇങ്ങനെ പല സമയത്ത് പല കളറാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ എൻ്റെ കുഞ്ഞായിരുന്നപ്പോഴും ഇങ്ങനെ കളർ ചേഞ്ച് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാണ് ഇത് കൊടുക്കുന്നത് നമുക്കറിയത്തില്ല.
എന്താണ് ഈ കളർ ചേഞ്ചിന് അന്ന് ഇവന്മാർ കൊടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതെന്തൊക്കെയോ എൻ്റെ കൊച്ചിന് ഇങ്ങനെ വായിക്കൂടെ ഒഴിച്ചു കൊടുക്കുക, അതൊക്കെ പലതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ രാജമ്മയെന്ന് പറയുന്നവൾ നമ്മുടെ കുഞ്ഞ് എൻ്റെ തന്നെ പാല് കുടിച്ചാണ് കുറേ നാൾ. അപ്പം 2.5 വയസ്സൊക്കെ ആയപ്പോഴും അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും പറയും 6 മാസം തൊട്ട് കുറുക്ക് കൊടുക്കണം, 6 മാസം തൊട്ട്. അപ്പോൾ ഇതാണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. 6 മാസം തൊട്ട് കുറുക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല പല രീതിയിലുള്ള കുന്തമൊക്കെ കൊടുത്തേച്ച് എൻ്റെ കൊച്ചിനെ വകവരുത്താനുള്ള ഇതായിരുന്നു. അത് ഈ പൊടിയമ്മയെന്ന് പറയുന്ന കള്ളിയാണ് ഇവിടെ വന്നിരുന്നത്. അതുപോലെ ഈ പൊടിയമ്മയെന്ന് പറയുന്നവൾ ഇവിടെ വന്നിരുന്ന ഒച്ചയിലാണെങ്കിൽ നമ്മുടെ TV വെച്ചുകൊണ്ടിരുന്നത് എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പം. അപ്പം എൻ്റെ അമ്മ ചോദിക്കും, ഇങ്ങനെ വന്ന് കൊച്ചെ വെച്ചാൽ കൊച്ചിൻ്റെ ചെവി പോകത്തില്ലേ? അപ്പം ചെവി പോകണമെന്നായിരുന്നായിരിക്കും. ഇവളുമാർക്കെല്ലാം എല്ലാം അറിയാം. എൻ്റെ അമ്മയ്ക്ക് സഹിതം നല്ലപോലെ അറിയാം ഇതെല്ലാം. വല്യത്തെ അവളുമാരാണ് ഏറ്റവും വലിയ കള്ളികളെന്ന് പറയുന്നത്, മനസ്സിലായില്ലയോ? അപ്പോൾ ഈ വല്യത്തെ അവളുമാർ അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഡ്രസ്സും എല്ലാം പാത്ത് വെപ്പിക്കുക, ഇങ്ങനെ പലതും നമുക്ക് അപ്പോൾ ഇങ്ങനെ പറയുന്നതിൽ കൂടെ എല്ലാം നമുക്ക് മനസ്സിലായി. ഇവളുമാരുടെ വിചാരം നമ്മളിതൊക്കെ അങ്ങ് നോട്ടീസ് ചെയ്യത്തില്ലെന്നോ എന്തോ ആണോ ഇതൊക്കെ. എന്താണ് ഈ നമുക്കറിയാം നമ്മളോടുള്ള ഇതെല്ലാം. അതുപോലെ നമ്മളൊരു സാരി വാങ്ങിച്ച് അങ്ങ് എടുത്തുകൊണ്ട് പോകും. രാജമ്മയും പ്രീതായസ് പണിക്കറും കൂടെ എൻ്റെ സാരിയെല്ലാം അങ്ങ് എടുത്തുകൊണ്ട് പോവുക. നല്ല നല്ല സാരികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോയി. ഇവളുടെ കയ്യിലുണ്ടല്ല, നമ്മൾ പോലും അറിയാതെയാണ് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ അത്ര രോഗമാണ് ഇവക്ക്, ഭയങ്കര ശല്യമായിരുന്നു. ഇപ്പോൾ ഇവളെ കയറ്റത്തില്ല, ഇവളെ ജന്മത്തിൽ ഇവിടെ കയറ്റത്തില്ല. ഇപ്പോൾ ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനാണ് ഇപ്പം നമ്മളെക്കുറിച്ച് കഥ പറയുക. അങ്ങ് SNDPയിലെ സ്വാമി കമ്പിയും വടിയും കൊണ്ട് വന്നു. ഇതെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനത്തെ കള്ളക്കഥകൾ. അപ്പം ഇവളുമാർക്കാണ് രോഗം മുഴുവൻ. ഈ വല്യത്തെ അവളുമാർക്കാണ് രോഗം. അവളുമാർ കുറേ കഥ പറഞ്ഞത്. എന്താ ജയെന്ന് പറഞ്ഞവൾ പറഞ്ഞത് എന്തോ ബന്ധം ഒഴിയൊന്നു, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പറഞ്ഞതാ ബന്ധം ഒഴിയുന്നു. അവൾക്ക് 3ാം കണ്ണ് വല്ലതും ഉണ്ടോ? അവൾക്ക് എന്തുവാ 6th സെൻസ് ആണ്. അവൾ ആരാണ്ടെ കണ്ട് നോക്കിച്ചു പോലും. അപ്പോൾ പൊന്നച്ച ഇതൊക്കെ പ്ലാൻഡ് ആണെല്ലാം, മനസ്സിലായില്ലേ? ഇതൊക്കെ പ്ലാൻഡ് ആണ്. ഇപ്പം അവളുടെ മോൻ കെട്ടി, നിൻ്റെ മോൻ ബന്ധം ഒഴിയുമോ? നീ നോക്കിയോ അവൻ ബന്ധം ഒഴിയുമോ ഇല്ലയോന്ന്? അവൻ ബന്ധമല്ലായിരിക്കും, അവൻ ചത്തുപോകുമായിരിക്കും ചെയ്യുന്നത്. ചിലപ്പം അവൻ അധികം നാൾ ഇരിക്കത്തില്ലായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ പല പല വേലകളാണ്. ഇങ്ങനെ നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കുക. അതുപോലെ ഞാനിവിടെ പലരോട് ചോദിച്ചു അവരുടെ ക്യാമറ ഓഫ്, അവരുടെ ഒന്നും ക്യാമറ ഓഫ് ആകത്തില്ല, ഇൻവെർട്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ക്യാമറ ഓഫാക്കുക, പിന്നെ നമ്മളുടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുത്തുക. ഭയങ്കര രോഗമായിരുന്നു. ഇന്നലെ ഫുൾ അങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. പിന്നെ പല പല വേലകളാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ, മറ്റേത് മറിച്ചേതൊക്കെ ആയിട്ട് അങ്ങ് നടക്കുക ഇങ്ങനെ രോഗവുമായിട്ട്. ഇതുപോലെ രോഗമുണ്ടോ പൊന്നച്ചാ? അപ്പോൾ ഇതെല്ലാം ഇൻ്റർഫിയറൻസ്. അതുപോലെ നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഒരിക്കൽ സ്പീക്കർ ഇങ്ങനെ വെച്ചപ്പോൾ ഇവരിങ്ങനെ വൈഫൈ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ സ്പീക്കറിനകത്ത് ഇങ്ങനെ ഊന്ന് സൗണ്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർഫിയറൻസിൻ്റെ ആ ഒരു വേവ് ലെങ്ത് ഉള്ള വേറെ അതേ സെയിമിലുള്ള വേവ് ലെങ്ത് ഉള്ള വന്നിങ്ങനെ ഇതാക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ് നമ്മുടെ സ്പീക്കറിൽ കൂടെ കേട്ടത്. അപ്പോഴാണ് അപ്പം നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ വൈഫൈ ആ സമയത്ത് തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെ ബഫറാവും, മനസ്സിലായില്ലേ? നമ്മുടെ ലാപ്ടോപ്പ് ആ സമയത്ത് തന്നെ ഇങ്ങനെ ബഫറാവും. അന്നേരമാണ് നമ്മുടെ ഈ സ്പീക്കർ ഈ ലാപ്ടോപ്പുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അന്നേരം ഈ സ്പീക്കറിനകത്ത് നമുക്ക് കേൾക്കാം. ഈ ബഫർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ എന്നുള്ള സൗണ്ടാണ്, അപ്പം ഒന്നും കേൾക്കത്തില്ല. അന്നേരമാണ് നമ്മളിത് ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ. ഇതൊക്കെയാണ് അപ്പോൾ ഇവന്മാരുടെ വേലകൾ. ഇങ്ങനെ കയറിയിരുന്ന് ഭയങ്കര ടെക്നോളജിയുമായിട്ട് നടക്കുക കുറേ അവന്മാർ. ടെക്നോളജി ക്രൈമുമായിട്ട് നടക്കുകയാണ്, സൈബർ ക്രൈം. ഇപ്പം കേട്ടോല്ലോ ഡിജിറ്റൽ അറസ്റ്റ് ഇല്ലയെന്ന് ഇപ്പം ഗവൺമെൻറ് പറയുന്നുണ്ട്, ഡിജിറ്റൽ അറസ്റ്റ് ഇല്ലെന്ന്. ഇതൊക്കെ ആൾക്കാർക്ക് അവെയർ ആവണ്ടേ? ഇനിയും ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്തിനാണ് ഡിജിറ്റൽ അറസ്റ്റിന് ഇരുന്ന് കൊടുക്കുന്നത്? അപ്പോൾ ഇതൊക്കെ പ്ലാൻഡ് ആണ്. എൻ്റെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് എന്നെ ഇത്രയും എൻ്റെ രൂപ പട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാതാ. ഇതൊക്കെ ഒരു പ്ലാനിങ് ആണ്, മനസ്സിലായില്ലേ? ഇതെല്ലാം ഇവന്മാരുടെ പ്ലാനിങ്. എന്നിട്ട് ഇത് ഇവന്മാരുടെ തന്നെ ആൾക്കാരായിരിക്കും ഈ ഡിജിറ്റൽ അറസ്റ്റൊക്കെ ചെയ്ത് കോടികൾ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇതൊക്കെ ഇൻഷുർ ചെയ്ത് കാണും ഈ എമൗണ്ടൊക്കെ. അന്നേരം എന്ത് ചെയ്യുന്നു പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടികൾ ഇൻഷുർ ചെയ്തതും കിട്ടും, പിന്നെ ഇതും കൂടെ കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെ പൈസ ഇങ്ങനെയൊക്കെ ഇരട്ടിപ്പിക്കല. ഇപ്പം പണ്ടത്തെ ഇരട്ടിപ്പിക്കലല്ല, ഇങ്ങനെയൊക്കെ പൈസ ഇരട്ടിപ്പിക്കല ഇവന്മാരുടെ ജോലി. ഇൻഷുറൻസ് ലൂട്ടേഴ്സിൻ്റെ പല രീതിയിലുള്ള ഇരട്ടിപ്പിക്കലുണ്ട്. അതുപോലെ ഇങ്ങനെ ഇവിടെ അടുത്ത് രാജേഷ് ഗംഗയെന്ന് പറയുന്ന അവൻ്റെ ഭാര്യയെന്ന് പറയുന്നവളും ഈ സോമരാജൻ എന്ന് പറയുന്നവനും കൂടെ എവിടെയോ പോയി ഹോട്ടലിലൊക്കെ നിന്നേച്ച് തിരിച്ചു വന്നപ്പം
എന്തോ ആരോ മാല പൊട്ടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് രണ്ടും കൂടെ ഒക്കെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അപ്പം കോടതി ചെന്നപ്പം മാല റിക്കവർ ചെയ്തു. പക്ഷെ കോടതി ചെന്നപ്പോൾ ഈ മാലയല്ല ഇവളുടെ മാല, മനസ്സിലായില്ലേ? അപ്പം മാല കിട്ടിയില്ലല്ലോ. അപ്പം എന്തുവാണെന്നറിയാമോ ഇത്? അപ്പം മാല, ഇതൊക്കെ മാലയൊക്കെ ഉണ്ട്, മാലയൊക്കെ മാറ്റി വെച്ചിരിക്കുക, മാലയൊക്കെ ഉണ്ട് മാല. അപ്പം ഈ സ്വർണം പോയി എന്നും പറഞ്ഞുകൊണ്ടും ഇത്രയും സ്വർണത്തിൻ്റെ 10 പവനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, 10 പവൻ സ്വർണം കിട്ടുക, ഇൻഷുർ ചെയ്തതായിരിക്കും. അപ്പം അത് കിട്ടുക, ഇത് കിട്ടുക, പിന്നെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ ആ മാലയും പോയില്ല, ഇത് പിന്നെയും കിട്ടി. ഇങ്ങനെയൊക്കെയുള്ള പല കള്ളത്തരങ്ങളുമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഈ മിക്ക മോഷണങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ കുറേ മോഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. ജീവൻ വക്കീൽ എന്ന് പറയുന്നതിൻ്റെ ഒരു വീട്ടിൽ മോഷണം, പല പല ഇതാണ്. എന്നിട്ട് പോലീസുമായിട്ടൊക്കെ ഇവന്മാർക്ക് ഭയങ്കര കൈയാണ്. ഇതെല്ലാം ഭയങ്കര പ്ലാനിങ് ആൻഡ് പ്ലോട്ടിംഗ് ആണ്. ഇപ്പം എല്ലാം പ്ലാനിങ് ആൻഡ് പ്ലോട്ടിങ്ങാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പ്ലാനിങ് ആൻഡ് പ്ലോട്ടിങ്ങാണ്. ഭയങ്കര കഥയെഴുത്തൊക്കെയാണ് ഇവിടെ, ഭയങ്കര കഥകളാണ്. മനുഷ്യർക്ക് ഇതൊന്നും അറിയാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി മാറിയിരിക്കുക ഇൻഷുറൻസ് ലൂട്ടേഴ്സിൻ്റെ കാര്യങ്ങൾ കാരണം. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ വീട്ടിൽ മാനമര്യാദയ്ക്ക് ഒരവനും ഇടവുമില്ല. നമ്മുടെ പല പല കഥകളാണ്. നമ്മളിവിടെ ഇരുന്നാലും നമ്മൾ വേറെ എവിടെയൊക്കെയാണെന്ന് കഥകളുണ്ടാക്കും. നമ്മളുടെ പാർട്ട്ണർ, ഞാൻ പറയുന്നുണ്ട്, രാജസ്ഥാനി, എൻ്റെ പാർട്ട്ണർ രാജസ്ഥാനിയാണ്, മുകേഷ് കുമാർ, അഡ്വക്കേറ്റ് മുകേഷ് കുമാറാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഏതൊക്കെയോ അമ്മ ഇവിടെ വരുന്നെന്ന് കഥ, ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കഥകളങ്ങ് അതുപോലെ കള്ളക്കഥകളാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നാലും വേറെ ആരുടെയോട് കൂടി ഇരിക്കുന്നു. എൻ്റെ മുക്കുമോ അതുപോലെ തന്നെ. ഇപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് വേറെ വേറെ കഥകളൊക്കെ ആയിരിക്കും. അങ്ങനെ ഭയങ്കര കഥകളോട് കഥകളാണ്.